എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോമൻസ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി റൊമാന്റിക് മൂവിയാണ് ബ്രോമൻസ്. ബോക്സ് ഓഫീസിൽ സക്സസ് ആയി മാറിയ ഈയൊരു ചിത്രം മാർച്ച് 28-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ദേവ എന്ന ബോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. ഷാഹിദ് കപൂർ പോലീസ് വേഷത്തിൽ നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദേവ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈയൊരു ചിത്രം മാർച്ച് 31-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പൈങ്കിളി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. സജിൻ ഗോപുവും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് കോമഡി മൂവിയാണ് പൈങ്കിളി. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം നേടിയ ചിത്രം മാർച്ച് 28-ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ജയിലർ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ. ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു മൂവി തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഡൊമിനിക് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. മമ്മൂട്ടിയും ഗോകുൽ കൃഷ്ണയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഓൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി മൂവിയാണ് ഓൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം മാർച്ച് 28-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ദാവീദ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദാവീദ്. തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ചിത്രം മാർച്ച് 28-ന് ആമസോൺ പ്രൈം വഴി സർപ്രൈസായി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് നടികർ എന്ന മലയാളം സിനിമയുടേതാണ്. ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി ത്രില്ലർ മൂവിയാണ് നടികർ. തിയേറ്ററുകളിൽ വൻ ഡിസാസ്റ്ററായി മാറിയ ചിത്രം മാർച്ച് 28-ന് ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. റഹ്മാൻ, ബിബിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ കോമഡി ത്രില്ലർ മൂവിയാണ് ബാഡ് ബോയ്സ്. തിയേറ്ററുകളിൽ നിന്നും ആവറേജ് വിജയം നേടിയെടുത്ത ചിത്രം മാർച്ച് 31-ന് മുൻപായി മനോരമ മാക്സിലൂടെ സർപ്രൈസായി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.